ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ CPO സിവിൽ പോലീസ് ഓഫീസറിൻ്റെ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം പരീക്ഷ എഴുതിയവരെല്ലാവരും എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പം നമ്മളിവിടെ ചെറിയ ആൻസേഴ്സാണ് നോക്കുന്നത്. നമ്മൾ 10 ആൻസേഴ്സ് നോക്കുന്നുണ്ട്. നമ്മുടെ മലയാളം ഭാഗത്തു നിന്നുള്ള ആൻസർ കീയാണ് നമ്മൾ നോക്കുന്നത്. അപ്പം എല്ലാവരും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു, മലയാളത്തിന് എത്ര മാർക്ക് ലഭിച്ചു എന്ന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പിരിച്ചെഴുതുക. അവൻ എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? PSC റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്ന ചോദ്യം തന്നെയാണിത്. ഓപ്ഷൻ സി ആണ് ഓക്കെ. A പ്ലസ് അൻ ആണ് അവൻ. ഓപ്ഷൻ സി ആണ് ഓക്കെ. അടുത്തയാണ് രണ്ടാമത്തെ ചോദ്യമാണ് ശരിയായ പദം എഴുതുക എന്നാണ്. ആഖ്യാനം ഏതാണ് കറക്റ്റായിട്ടുള്ള? ഏതാണ് കിട്ടാവുന്നേ ഉള്ളൂ. ഓപ്ഷൻ എ ആണ് ഓക്കെ. ആഖ്യാനം. ഓപ്ഷൻ എ ആണ് ആഖ്യാനം. മൂന്നാമത്തെ ചോദ്യമാണ് കാലദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ല് ഏതെന്നാണ്. കാലദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ഓപ്ഷൻ ഡി ഓക്കെ. നാടോടുമ്പോൾ നടുവേ ഓടണം. നാടോടുമ്പോൾ നടുവേ ഓടണം. 74ാമത്തെ ചോദ്യമാണ് എവരി പോട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോട്ട് എന്ന ശരിയായ പരിഭാഷ ഏതാണ്? കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ്. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നാണ്. വിപരീത പദം എഴുതുക. വിയോഗം. വിയോഗം ഓപ്പോസിറ്റ് ഏതാണ്? സംയോഗമാണ് ഓക്കെ. ഓപ്ഷൻ എ ആണ് സംയോഗം. 76ാമത്തെ ചോദ്യമാണ് ചുവടെ തന്നിരിക്കുന്നവൽ വിഹഗം എന്ന അർത്ഥം വരുന്ന പദമേത്? വിഹഗം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് പക്ഷി ഓക്കെ. പക്ഷിയൊക്കെ സ്ഥിരം കേൾക്കുകയാണ്. 77ാമത്തെ ചോദ്യം ചേർത്തെഴുതുക. ദു പ്ലസ് ജനം ഏതാണ്? ഓപ്ഷൻ സി ആണ് ദുർജനമാണ്. ഓപ്ഷൻ സി ദുർജനമാണ്. 78ാമത്തെ ചോദ്യം ശരിയായ ജോഡി എഴുതാനാണ്. മുഖം, മഞ്ഞ്, തോഴൻ, വീതി ഏതാണ് കറക്റ്റ് ജോഡി? ഓപ്ഷൻ ബി ആണ് ഓക്കെ. മഞ്ഞ്, നിഹാരം, തുഷാരം. ഓപ്ഷൻ ബി ആണ്. എതിർലിംഗം എഴുതുക. ഭൃത്യ ഏതാണ്? ഓപ്ഷൻ സി ഭൃത്യനാണ്. ഓപ്ഷൻ സി ഭൃത്യനാണ്. ലാസ്റ്റ് ചോദ്യമാണ് മലയാളത്തിലെ ദിഗ്വിജയം എന്ന പദത്തിനോട് യോജിക്കുന്നത് ഏതെന്നാണ്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഓക്കെ. ദിക്കുകളെ ജയിക്കൽ. അപ്പം ഇതാണ് നമ്മുടെ മലയാളത്തിൻ്റെ അത്യാവശ്യം എല്ലാവർക്കും ആൻസേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം തന്നെയായിരുന്നു മലയാളം. വളരെയധികം കടുപ്പിച്ചിട്ടില്ല. ഒരു 8-9 മാർക്കെങ്കിലും ഒരുവിധം പഠിക്കുന്നവർക്ക് മലയാളത്തിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റണം ഓക്കെ. അപ്പം നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം.